മോഹൻലാൽ ജിത്തു ജോസഫ് സിനിമയായിട്ടുള്ള ദൃശ്യം 3 ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമ വരുമെന്നുള്ള രീതിയിൽ അവർ ഉറപ്പ് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ചില സിനിമാ ഗ്രൂപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ കഥയൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇപ്പോൾ സഹദേവൻ തിരിച്ചു വരുന്നു, സഹദേവനുമായി ബന്ധപ്പെട്ടുള്ള പഴയ പക ഇതൊക്കെ ആയിരിക്കും ദൃശ്യം 3 കഥ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നിയിട്ടൊരു കാര്യം ഞാൻ പറയാം. ദൃശ്യം 1 ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ്. ദൃശ്യം 1ൻ്റെ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള കോരിത്തെരിപ്പ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് ദൃശ്യം. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഗംഭീര പടമായിരുന്നു. ഈ ജിത്തു ജോസഫിൻ്റെ ഒരു കഴിവെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള പടങ്ങൾ ചെയ്തൊക്കെ പുള്ളിക്കാൻ ഒരു പ്രത്യേക കഴിവ്. മെമ്മറീസ് അത് കിടിലം പടമാണ് പൃഥ്വിരാജിൻ്റെ. അപ്പോൾ ഈ 2 പടവും ജിത്തു ജോസഫിൻ്റെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള പടമാണ്. പക്ഷേ ഈ സെക്കൻഡിലേക്ക് വന്നപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് സൂപ്പറാണ്, ദൃശ്യം 1-നേക്കായി സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ബഹളം വെക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ കുറേ ആൾക്കാരൊക്കെ പിടിക്കും. ആരെങ്കിലും ഒരാൾ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർ ആ ഊന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കും. എനിക്ക് ദൃശ്യം 2 അത്ര കണക്ട് ഒന്നും ആയിട്ടില്ല. കാരണം ഇത് ഏച്ച് വെച്ചാൽ മുഴച്ചിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ ചുമ്മാ ആവശ്യമില്ലാത്ത, നമുക്ക് ലോജിക്കായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പോലും പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇടിച്ച് കയറ്റി വെച്ചിട്ട് സ്ക്രിപ്റ്റിൻ്റെ ഒരു ചെറിയ ബലത്തിൽ പടവും ഓടിച്ചെടുത്തു എന്നുള്ളതാണ് OTT-ൽ വന്നിട്ട്. ഇതിനകത്തൊരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഈ എല്ല് മോഹൻലാലിൻ്റെ ക്യാരക്ടർ എടുത്തുകൊണ്ട് വരുന്നൊരു സീനുണ്ട്. ആ സീൻ തന്നെ ഒട്ടും കണക്റ്റ് ആവാത്തൊരു സീനാണ്. ഒരാൾ കാത്തിരിക്കുന്നു, അവിടുത്തെ സെക്യൂരിറ്റിക്ക് കള്ളുമൊക്കെ കൊടുത്തിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സീനൊക്കെയാണ്. സെക്യൂരിറ്റി എന്താ ട്രാൻസ്ഫർ ആയിപ്പോത്തില്ലേ? സെക്യൂരിറ്റി എനിക്ക് എത്ര കൂടെ കണക്റ്റ് ആയിട്ട് തോന്നില്ല. എത്ര നാളായിട്ട് കാത്തിരിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ അത് കൊടുത്തിരിക്കുന്നത് ഒട്ടും കണക്റ്റ് ആവാത്ത സംഭവം. അവിടെ നിന്ന് വാളിക്കഴിഞ്ഞാൽ സംഭവം പോയി. ഇത് തന്നെയാണ് ആ സിനിമ എന്ന് പറയുമ്പോൾ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ സൂപ്പറാണെന്നൊക്കെ പറയുന്നത്. ഇപ്പം മോഹൻലാലിൻ്റെ ഈ ദൃശ്യം 3 എന്ന് പറയുന്ന നേരത്ത് തന്നെ ചിലപ്പോൾ ഈ ദൃശ്യം 2 തന്നെ ദൃശ്യം 1-നോടൊന്നും നീതി പുലർത്തിയിട്ടൊന്നുമില്ല. ദൃശ്യം 3 കൂടെ കണക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ആ ദൃശ്യത്തിൻ്റെ ആ സിനിമയുടെ ഒരു വില അങ്ങ് പോകുന്നുള്ളതാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുകയാണ്. സത്യത്തിൽ മോഹൻലാലിൻ്റെ നല്ലൊരു പടം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. തിയേറ്ററിൽ പോയി നല്ലൊരു മോഹൻലാൽ പടം കാണാൻ എത്ര നാളായെന്നറിയും. ഈ മലയക്കോട് വാലിബൻ എന്നൊക്കെ പറഞ്ഞൊരു പടം വന്നത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. അത് ഞാൻ അവിടെ തിയേറ്ററിൽ ഇരുന്ന് എനിക്കിഷ്ടപ്പെട്ടില്ല ആ പടം. ഇത് ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കൃത്യമായ രീതിയിലൊരു പ്രമോഷൻ വർക്ക് ചെയ്യാതെ ചുമ്മാ തിയേറ്റർ കുലുങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഇടിച്ച് കയറ്റിയിട്ട് അവരെ ഉറക്കിക്കളയുന്നൊരവസ്ഥ ഉണ്ട്. അന്ന് ആൾക്കാർ നല്ല രീതിയിൽ പ്രതികരിക്കുകയുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ കുറേ തട്ടുപൊളിപ്പം പടത്തിനകത്തൊക്കെ വന്ന് മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് ഡേറ്റ് കൊടുത്തിട്ട് സംഭവം വിശ്വസിച്ച് കൊടുക്കുന്നതാണ്. സിനിമയല്ലേ, ലാസ്റ്റ് ഫൈനൽ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്നത്. പക്ഷേ പടം തിയേറ്ററിൽ ഓടാത്തൊരവസ്ഥയുണ്ട്. ഞാനിപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, മോഹൻലാലിൻ്റെയൊക്കെ സിനിമ തിയേറ്ററിൽ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളും മലയാളി മഹാഭൂരിപക്ഷം ആൾക്കാർ. കാരണം മോഹൻലാലിന് എല്ലാ തരത്തിലുള്ള സിനിമയും ചെയ്യാൻ പറ്റുന്നൊരാളാണ്. കോമഡിയോ ഡാൻസോ ആക്ഷനോ അങ്ങനെ വേണ്ട എല്ലാ ഇമോഷൻസും എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നടനാണ്. മോഹൻലാലിൻ്റെ പടത്തിന് ഇപ്പം നേരെന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫിൻ്റെ ഒരു കോർട്ട് റൂം ഡ്രാമ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് പോയി കണ്ടാണ്. നിങ്ങൾ ആ ഒരു കുഞ്ഞു പടത്തിന് ആൾ കയറി എങ്ങനെയാണെന്ന് ആലോചിക്കണം. ഫാമിലിയൊക്കെ ഇടിച്ച് കയറി മോഹൻലാലിൻ്റെ പടം കണ്ടു. അപ്പം നമ്മുടെ നാട്ടിൽ മമ്മൂട്ടി എന്ന നടനേക്കാൾ കൂടുതൽ ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കളക്ഷൻ കയറ്റാൻ പറ്റുന്ന ഒരു നടനാണ് മോഹൻലാൽ. അതിപ്പോൾ മമ്മൂട്ടി ഫാൻസുകാർ ചിലപ്പം സമ്മതിക്കത്തില്ലായിരിക്കും, പക്ഷെ സത്യം അത് തന്നെയാണ്. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് പലതിനും പരിമിതികളുണ്ട്. ഇപ്പം റിലീസിൻ്റെ കാര്യം തന്നെ പറയാം. സ്ഫടികമായാലും ദേവദൂതനായാലും അതുപോലെ തന്നെ മണിച്ചിത്രത്താഴ്. ഞാൻ ദേവദൂതനും മണിച്ചിത്രത്താഴും തിയേറ്ററിൽ പോയി കണ്ടു. അന്നും ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകൾക്കുള്ള ഒരു റിപ്പീറ്റ് വാല്യൂ അല്ലെങ്കിൽ ഇതുപോലെ റിലീസിന് വരാൻ നേരത്ത് പോലും ആൾക്കാർ പോയി കണ്ട് മോഹൻലാലിൻ്റെ സിനിമ ആ ബിഗ് സ്ക്രീനിൽ കാണാൻ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. അപ്പോഴേക്കാണ് മോഹൻലാലിനെ പോലുള്ള നടന്മാർ പോയിട്ട് കണ്ട ചാത്തൻ പടത്തിനകത്തൊക്കെ ഡേറ്റ് കൊടുത്ത് ചില ചാത്തൻ ഡയറക്ടർമാർ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മോശമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറേ ആൾക്കാർ പറയും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ പറ്റിയൊക്കെ പറയും. മമ്മൂട്ടി ഇപ്പോൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ വേഷങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള വേഷങ്ങളിലേക്കൊന്നും മോഹൻലാലിന് വരാൻ പറ്റുന്നില്ല. ഇപ്പം നടന്നുള്ള രീതിയിൽ വിജയം പരാജയവും അതിപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പുലിമുരുകനൊക്കെ ഇറങ്ങുന്ന സമയത്ത് മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ ഇട്ടാലേ പൊട്ടുമെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഭയങ്കര പൊട്ടലായിരുന്നു. അപ്പോൾ ഇത് കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ആ ബിഗ് സ്ക്രീന് നമുക്ക് കാണാൻ വേണ്ടിയാണ്. പുള്ളിക്കാരൻ്റെ ആ സിനിമ കാണാൻ വേണ്ടിയാണ്. ഇപ്പം എമ്പുരാൻ വരുന്നുണ്ട്. ഇനി എന്താ സിനിമയുടെ കാര്യമാണ്. ഇപ്പോൾ എനിക്ക് പേടിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ കണ്ട് ചിലപ്പോൾ നമ്മൾ വിഷമിച്ച് പോകും. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ കണ്ടിരിക്കുമെന്നൊക്കെ പോലും തോന്നിപ്പോകുന്നൊരവസ്ഥ. മലയക്കോട്ട് വാലിബൻ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, എനിക്ക് ആ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ വിചാരിച്ചു അവസാനമൊക്കെ വരുമ്പോൾ പിന്നെയും മാറ്റം വരുമെന്നൊക്കെ വിചാരിച്ചു. തലവെരിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെയാണ് ഇവർ ചെയ്തു വെച്ചത്. പക്ഷേ എനിക്ക് ഒട്ടും കണക്റ്റ് ആയില്ല. എന്നും പറഞ്ഞ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ആളും അല്ല ഞാൻ. ഇപ്പോൾ നമ്മൾ അങ്കമാലി ഡയറീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ
ചുരുളിയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഇറക്കിയ നൻപക്കൽ നേരത്തെ മയക്കമാണെന്നുണ്ടെങ്കിലും ആ സിനിമയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ ജെല്ലിക്കെട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ മലയക്കോട്ട് വാലിബൻ നിങ്ങൾ കൊടുത്ത ആ പ്രമോഷൻ ഉണ്ടല്ലോ, ആൾക്കാരെ നിരാശപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. മോഹൻലാലിൻ്റെ നടൻ്റെ പേര് ഉപയോഗിച്ച് നിങ്ങൾ തിയേറ്റർ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് വെറുതെ അനാവശ്യ രീതിയിലുള്ള കുറച്ച് പ്രമോഷനൊക്കെ കൊടുത്ത് ആ പടത്തെ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ് സത്യം. പക്ഷേ മോഹൻലാൽ നടനിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ നല്ല പടങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വർഷമെങ്കിലും അതൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ദൃശ്യം 3 തന്നെ അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇനി ആവശ്യമുണ്ടോ? പുതിയൊരു പടം, ഒരു ഫ്രഷ് സ്റ്റോറിയൊക്കെ ആയിട്ട് വന്നൂടെ? കാരണം ഈ കോവിഡിന് ശേഷം മലയാളികൾ ലോകം കണ്ട സിനിമ എല്ലാം കണ്ടിട്ടിരിക്കുകയാണ്. അപ്പോഴും ഇനി ദൃശ്യം വന്നിട്ട് ഇത് പഴയ ദൃശ്യത്തിൻ്റെ അത്രയൊന്നും എത്തിയില്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർ തന്നെ കോഴി തോപ്പിക്കും. അമ്മാതിരി കൂവലായിരിക്കും ഈ നാട്ടിൽ അത് കിട്ടാൻ പോകുന്നത്. സെക്കൻഡ് തന്നെ പാളിപ്പാളിയാണ് സംഭവിക്കൊണ്ടിരുന്നത്. ഇനി എന്തായാലും ജിത്തു ജോസഫ് കുറച്ചുകൂടി ഒരു ഫ്രഷ് പടമൊക്കെ ആയിട്ട് വന്ന് മോഹൻലാലിനെ അവതരിപ്പിച്ചായിരുന്നു കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും നിങ്ങൾക്ക് ദൃശ്യം 1 ആണോ ദൃശ്യം 2 ആണോ ഇഷ്ടപ്പെട്ടത് എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. മഹാഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ ഇഷ്ടം, ആരുടെ സിനിമയാണ് ബിഗ് സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം? ആദ്യമായിട്ട് പേജ് കാണുന്നതോ ഫോളോ ചെയ്യാം.